ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പോലീസ് സംഘടനാ ക്രമീകരണത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. പോലീസ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലെ തുടർ നടപടികൾ കോടതി തടഞ്ഞത്. KPA ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനവും കോടതി തടഞ്ഞിരിക്കുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, കഴിഞ്ഞ ദിവസമാണ് ഈ 4 അസോസിയേഷനുകളെ വെട്ടിച്ചുരുക്കി 3 ആക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പരിഷ്കരണം ഉണ്ടായത്. അതിനിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് സ്റ്റേ. മധു, ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. 3 പോലീസ് സംഘടനകളെ 2 വെട്ടിച്ചുരുക്കി കേരള പോലീസ് അസോസിയേഷനെ ഇല്ലാതാക്കുന്ന ഉത്തരവാണ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത്. ഈ ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും തിരിച്ചടിയാണ് പോലീസിന്റെ പുനഃസംഘടനാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ്. കേരള പോലീസ് അസോസിയേഷൻ നൽകിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ പോലീസിന്റെ സംഘടനാ പുനഃക്രമീകരണം സ്റ്റേ ചെയ്തത്. പോലീസ് അസോസിയേഷന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. KPA കേരള പോലീസ് അസോസിയേഷന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 ആഴ്ചത്തേക്കാണ് സ്റ്റേ നൽകിയത്. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനവും, അതായത് ഈ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം 28-നാണ് മിനിഞ്ഞാന്നാണ് ആരംഭിച്ചത്. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനവും ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി ഇതിന്മേൽ ചോദിച്ച ചോദ്യങ്ങൾ, ഈ കേരള പോലീസ് അസോസിയേഷൻ ആസ്തി വിഭജനവുമായി ബന്ധപ്പെട്ട് 60-40 അനുപാതത്തിൽ ഈ ആസ്തികൾ മറ്റ് 2 സംഘടനകൾക്കായി വിധിച്ചു നൽകണം എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഇത് സർക്കാരിന്റെ തീരുമാനം, ഉത്തരവിലെ തീരുമാനം. ഇതിനെയും ഹൈക്കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. ആസ്തി വിഭജനത്തിന്റെ അനുപാതം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനം എന്ത് എന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചത്. മാത്രമല്ല, DGPയുടെ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ മറുപടി എപ്പോൾ നൽകണമെന്നുള്ളതാണ് തീരുമാനം. മാത്രമല്ല, ഈ സംഘടനയുടെ ബൈലോ ലംഘിച്ചുകൊണ്ടാണ് ഈ തീരുമാനം ഉണ്ടായത് എന്നുള്ള വാദമാണ് കോടതി അംഗീകരിച്ചത്. അത്തരം വാദങ്ങൾ പ്രാഥമികമായി അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. ഇതിന്മേൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതാണ്. അതായത്, ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് സംഘടനാ പുനഃക്രമീകരണ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു കേരള പോലീസ് അസോസിയേഷന്റെ ആവശ്യം. 3 പോലീസ് സംഘടനകളിൽ ഒന്നിനെ ഇല്ലാതാക്കി 2 സംഘടനകളായാണ് പോലീസ് അസോസിയേഷനുകളെ പുനഃസംഘടിപ്പിച്ചത്. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ഗ്രേഡ് SI വരെ ഉള്ളവർ പോലീസ് അസോസിയേഷന്റെ ഭാഗമാകും. SI മുതൽ നോൺ IPS ഉദ്യോഗസ്ഥർ വരെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സീനിയർ പോലീസ് ഓഫീസർ അസോസിയേഷനെയും ഉൾപ്പെടും. ഇതിൽ നിർത്തലാക്കിയ സംഘടനയുടെ ആസ്തി 60-40 അനുപാതത്തിൽ വീഴ്ച നൽകുക എന്നതാണ് സർക്കാർ തീരുമാനിച്ച കാര്യം. ഇത് സംഘടനാ സ്വാതന്ത്ര്യം ലംഘിക്കുന്നതാണ് എന്നതാണ് സർക്കാരിന്റെ ഉത്തരവെന്നതാണ് ഹൈക്കോടതിയിൽ കേരള പോലീസ് അസോസിയേഷൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല, പോലീസിന്റെ അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാർലമെന്റിന് മാത്രമാണ്, അതായത് കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് മാത്രമാണ് അധികാരം. സംസ്ഥാന സർക്കാരിന് അത്തരമൊരു അധികാരമില്ല എന്നുകൂടി കേരള പോലീസ് അസോസിയേഷൻ വാദമായി ഉയർത്തുകയും ചെയ്തു. മാത്രമല്ല, കൂടിയാലോചനകൾ ഇല്ലാതെ ഏകപക്ഷീയമായാണ് ഈ പുനഃസംഘടന തീരുമാനിച്ചത്. ഓരോ തട്ടിലെയും ഉദ്യോഗസ്ഥരുടെ പരാതികൾ വ്യത്യസ്തമാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ്, വാദങ്ങളാണ് കേരള പോലീസ് അസോസിയേഷൻ ഇന്ന് ഹൈക്കോടതിയിൽ ഉയർത്തിയത്, ഹർജിയിൽ വാദമായി ഉയർത്തുകയും ചെയ്തത്. ഈ വാദങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട് എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചത്. ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നത്, ഒപ്പം ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം എന്ന കാര്യം അറിയിക്കുകയും ചെയ്തത്. ഈ ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഇത് അന്തിമമായ ഉത്തരവ് തീരുമാനമെടുക്കുന്നതുവരെയാണ് ഈ സ്റ്റേ എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ സ്വീകരിച്ച ഒരു പുനഃസംഘടന സ്റ്റേ ചെയ്യുന്നു, പുനഃക്രമീകരണം സ്റ്റേ ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംഘടനാ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് സർക്കാർ ഉത്തരവിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. സർക്കാർ ഉത്തരവ് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.